5.5 സെൻറ്റ് സ്ഥലത്ത് 2700 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു വീട് വരുന്നത് കിഴക്കമ്പലത്താണ്. ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ് ഈ വില്ല. ബസ് റൂട്ടിൽ നിന്ന് 100 മീറ്റർ മാത്രം അകലത്തിലായിട്ടാണ് ഈ വില്ല വരുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന വില്ലയെക്കുറിച്ചാണ്. ഒരു മോഡേൺ കണ്ടംപററി ഡിസൈനാണ് വീടിന് വരുന്നത്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വീഡിയോ വരുന്നതാണ്. അപ്പോൾ വീണ്ടും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മോഡേൺ ബോക്സ് ടൈപ്പ് ഡിസൈൻ തന്നെയാണ് വീടിന് വരുന്നത്. ധാരാളം ബോക്സ് ടൈപ്പ് ഡിസൈനുകൾ നമുക്ക് കാണാം. മുകൾ ഭാഗത്ത് ബാൽക്കണിയാണ് വരുന്നത്. ഒരു ഭാഗത്ത് ഒരു ജാളി ടൈപ്പ് ഡിസൈനാണ് മുകൾ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ലൂവർ പാറ്റേണുകൾ കൊടുത്തിട്ടുണ്ട്. കണ്ടംപററി ഡിസൈൻ നിലനിർത്താനായിട്ട് ആ ബാൽക്കണിയിൽ നമുക്ക് പ്ലെയിൻ ഗ്ലാസുകൾ കൊടുത്തിരിക്കുന്നതായി കാണാം. താഴേക്ക് വരുമ്പോൾ താഴെ ഒരു ഭിത്തിയിലായിട്ട് എല്ലാം ക്ലാഡിങ് ടൈലുകൾ ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്ത് വരുമ്പോൾ സിറ്റ് ഔട്ടാണ് വരുന്നത്. മനോഹരമായിട്ടുള്ള ഒരു കാർ പോർച്ചും നൽകിയിരിക്കുന്നു. ആദ്യം തന്നെ വീടിൻ്റെ മതിലിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇവിടെ ക്ലാഡിങ് ടൈലുകളാണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. ഇവിടെ സ്ക്വയർ ട്യൂബിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ വെർട്ടിക്കലായിട്ട് നൽകിയിട്ടുണ്ട്. അതിന് പുറകുവശത്തായിട്ട് നമുക്ക് ചെറിയ ഗാർഡൻ സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഭംഗിയായ ഏരിയക്ക് തോന്നുന്നുണ്ട്. ഈ ഗേറ്റ് നൽകിയിരിക്കുന്നത് സ്ക്വയർ ട്യൂബിലാണ്. GH സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ച് നൽകിയിരിക്കുന്നു. പുറത്തുകൂടി മതിലിന് പുറത്തുകൂടി സ്ലൈഡ് ചെയ്യത്തക്ക രീതിയിലാണ് ഗേറ്റ് ഒരുക്കിയിരിക്കുന്നത്. ആ ഭാഗത്തായിട്ട് ഒരു ഫോൾഡിങ് ഗേറ്റും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഗേറ്റ് തുറന്ന അകത്തേക്ക് വരുമ്പോൾ നേരെ പ്രവേശിക്കുന്ന ഈ കാണുന്ന കാർ പോർച്ചിലേക്കാണ്. വലിയൊരു കാർ പോർച്ച് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒരു SUV പോലെയുള്ള വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നൽകിയിട്ടുണ്ട്. താഴെ ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് കടപ്പ കല്ലുകളാണ്. അതിനിടയിലായിട്ട് സിന്തറ്റിക് ഗ്രാസും നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ചെറിയ ഫൗണ്ടൻ കൊടുത്തിട്ടുണ്ട്. ക്ലാഡിങ് ടൈലുകളാണ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത്. ചെറിയ ഒരു ഗാർഡൻ സ്പേസ് ഇവിടെ എല്ലാം കണ്ടെത്തിയിരിക്കുന്നതാണ്. വീടിൻ്റെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്നതിന് ആവശ്യമായുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ആ കടപ്പ സ്റ്റോൺ ഇടവിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു കോർട്ട്യാർഡ് സ്പേസാണ്. ഇത് വരുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസിൽ നിന്ന് പുറത്തുള്ള ഏരിയയിലാണ്. കലാത്തിയ പ്ലാന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പേവിങ് ടൈൽസും കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ഗ്യാസ് വെക്കാനുള്ള സ്പേസാണ്. കിണർ വരുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ നമുക്ക് വാട്ടർ കണക്ഷനും അവൈലബിൾ ആണ്. KWO വാട്ടറും അവൈലബിൾ ആയിട്ടുണ്ട്. വീടിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്ക് 2 വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസാണ് ലഭ്യമാകുന്നത്. ഇവിടെ വരുമ്പോൾ ടൈലുകളുടെ ഡിസൈൻ അല്പം മാറുന്നുണ്ട്. സെൻറ്റർ ഭാഗത്ത് ചെറിയ ഒരു ഗാർഡൻ സ്പേസ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ഒരു പ്ലാന്റർ ബോക്സ് പോലെ നൽകിയിരിക്കുന്നു. ഇവിടെയും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും പേവിങ് ടൈൽസാണ് നൽകിയിരിക്കുന്നത്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായുള്ള സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി വീടിൻ്റെ അകത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെയാണ് സിറ്റ് ഔട്ട് വരുന്നത്. നല്ല നീളത്തിലുള്ള സിറ്റ് ഔട്ടാണ് വരുന്നത്. ബ്ലാക്ക് കളറിലുള്ള മാറ്റ് ഫിനിഷുള്ള ഫുൾ ബോഡി ടൈലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആ കണ്ടംപററി ഡിസൈൻ പോലെ തന്നെയുള്ള മനോഹരമായിട്ടുള്ള ജനൽ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇരിക്കാനും ഷൂ റാക്കൊക്കെ ആയിട്ടൊരു സ്പേസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോർ 2 പാളികളിലായിട്ടാണ് നൽകിയിരിക്കുന്നത്. തേക്കൂട്ടിലാണ് മെയിൻ ഡോർ വരുന്നത്. ഒരു വലിയ പാളിയും ഒരു ചെറിയ പാളിയും. വെർട്ടിക്കലായിട്ടുള്ള ഗ്രൂസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഹൊറിസോണ്ടലായിട്ടുള്ള ഗ്രൂസ് കൊടുത്തിട്ടുണ്ട്. 2 വലിയ ഹെവി ആയിട്ടുള്ള ഹാൻഡിൽ നൽകിയിട്ടുണ്ട്. വുഡിൻ്റെ തന്നെയാണ് ഹാൻഡിൽ. ഇവിടെ പാനലിംഗ് വർക്കും ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന ലിവിങ് സ്പേസ്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് വരുമ്പോൾ ലിവിങ് സ്പേസ് തന്നെയാണ്. വലിയ വിശാലമായിട്ടുള്ള ലിവിങ് സ്പേസാണ്. മാറ്റ് ഫിനിഷുള്ള ഫ്ലോർ ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വൈറ്റ് കളറാണ് ഇതിന് സെലക്ട് ചെയ്തിരിക്കുന്നത്. ചെറിയ ഡിസൈൻ വർക്കും അവിടെ വരുന്നുണ്ട്. ഇത് നേരത്തെ കണ്ട ആ ജനലാണ്. ഈ ജനലിൻ്റെ മുകളിലായിട്ട് ഇവിടെ മുകളിൽ വേറൊരു ജനൽ കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റിലാണ് ഈ ലിവിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. ഈ ലിവിങ് സ്പേസിനെ പുറത്ത് പുറകിലായിട്ട് വരുന്ന വാഷ് ബേസിൻ ആ ഏരിയയാണ്. അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഇവിടെ ഒരു പാർട്ടീഷൻ വാൾ കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം നിഷകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചില ഭാഗങ്ങളിലായിട്ട് മിററും കൊടുത്തിരിക്കുന്നതായിക്കാണ്. അപ്പോൾ ഈ ഏരിയക്ക് നല്ലൊരു സ്പേസ് നമുക്ക് ഇതുകൊണ്ട് തോന്നുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് TV യൂണിറ്റ്. ഈ ഭിത്തിയിൽ മുഴുവൻ നിറഞ്ഞ് നിൽക്കത്തക്ക രീതിയിലാണ് TV യൂണിറ്റ്. സെൻറ്റർ ഭാഗത്തായിട്ട് മാർബിൾ ഡിസൈനിലുള്ള ലാമിനേഷൻ ഷീറ്റാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയും മാർബിൾ ഡിസൈൻ തന്നെയാണ് നൽകിയിരിക്കുന്നത്. സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് ഗോൾഡൻ സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം നിഷകൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഹൈലൈറ്റ് ചെയ്യാനായിട്ട് LED ലൈറ്റും കൊടുത്തിരിക്കുന്നു. അപ്പോൾ വലിയൊരു അത്യാവശ്യം നല്ല വലിയ സ്പേസ് തന്നെയാണ് ലിവിങ് ഏരിയ.
ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും തിരിക്കുന്നത് ഈ കാണുന്ന പാർട്ടീഷൻ വാളാണ്. നമ്മൾ ടി വി യൂണിറ്റ് കണ്ട അതിൻ്റെ പുറകെയുള്ള ഭാഗമാണിത്. ഇവിടെ നല്ലൊരു വാൾ ആർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ടേബിളും ഒരു ആൻറ്റിക് ഡിസൈനിൽ വരുന്ന ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ ഡൈനിങ് സ്പേസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പുറകിലായിട്ട് നമുക്ക് ഒരു കോർട്ട്യാർഡ് സ്പേസ് പുറത്ത് നമ്മൾ കണ്ടതാണ്. ഈ ഡോർ തുറന്നാൽ ആ കോർട്ട്യാർഡ് സ്പേസിലേക്ക് ഇറങ്ങാം. ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകൾ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടാണെങ്കിലും നല്ല എലഗൻ്റ് ആയിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്തൊക്കെ വുഡൻ ഡിസൈനാണ് വരുന്നത്. ഡൈനിങ് സ്പേസിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ വാഷ് കൗണ്ടർ ഏരിയ വരുന്നത്. ഇവിടെ വുഡൻ ഫ്ലോറിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. ഒരു ഗ്രാനൈറ്റിൻ്റെ ഒരു ഇറ്റാലിയൻ മാർബിൾഡ് ഡിസൈനുള്ള ലാമിനേഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ 2 മിററുകൾ വരുന്നുണ്ട്. അങ്ങോട്ടുള്ള സ്പോട്ട് ലൈറ്റും നൽകിയിരിക്കുന്നു. ജാഗ്വാറിൻ്റേതാണ് ഈ വരുന്ന വാഷ് ബേസിൻ. ടാപ്പും അതിൻ്റെ തന്നെ നൽകിയിരിക്കുന്നു. ഇവിടെ സ്റ്റോറേജ് സ്പേസ് പോകുന്നുണ്ട്. സ്റ്റെപ്പ് വരുന്നത് ഇവിടെ നിന്നാണ്. അതിനടിയുള്ള സ്പേസാണ് ഇത്. അപ്പോൾ ഡൈനിങ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ ഓപ്പൺ കൺസെപ്റ്റുള്ള കിച്ചണിലേക്കാണ് പോകുന്നത്. കിച്ചണിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് നൽകിയിട്ടുണ്ട്. ഇവിടെ നിഷുകളൊക്കെ നൽകിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവിടെ LED ലൈറ്റുകൾ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്പോട്ട് ലൈറ്റുകൾ താഴെ കൊടുത്തിരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ് ഇവിടെ വരുന്നത്. വൈറ്റ് കളറുള്ള ടൈലുകൾ, ഫുൾ ബോഡി ടൈലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ കിച്ചണിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ്. വൈറ്റ് കളറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്. കബോർഡുകൾക്കെല്ലാം ഗ്രീനാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലാക്ക് ഹാൻഡിലും പ്രൊഫൈൽ ഹാൻഡിലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഗ്ലാസ് ഇട്ടൊരു പോർഷനും നൽകിയിട്ടുണ്ട്. ലാക്വേർഡ് ഗ്ലാസ്സാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. താഴെ എല്ലാം LED ലൈറ്റുകൾ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്. നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ചെറിയൊരു സ്പേസും സ്റ്റോറേജ് സ്പേസും എല്ലാം ഇവിടെയും നൽകിയിട്ടുണ്ട്. ഇവിടെ ഫ്രിഡ്ജിന് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് സ്പേസ്, വലിയ ഫ്രിഡ്ജ് വയ്ക്കാവുന്ന രീതിയിലുള്ള ഡെഡിക്കേറ്റഡ് സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ആ മോഡേൺ ഡിസൈനിൽ വരുന്ന ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്. താഴെ കിച്ചൺ വിൻഡോവും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വലിയ ഒരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. 2 ഡിഫറെൻറ്റ് കളറുള്ള ടൈലുകളാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ കിണർ വെള്ളവും വാട്ടർ കണക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. വീടിനകത്തായിട്ട് വേറൊരു കോർട്ട്യാർഡ് സ്പേസ് കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് ആ കോർട്ട്യാർഡ് സ്പേസ്. ഈ ഡൈനിങ് സ്പേസിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് ഈ കോർട്ട്യാർഡ് സ്പേസ് വരുന്നത്. ഇവിടുത്തെ ടൈലുകൾ ഒരു മൊറോക്കൻ ഡിസൈനിൽ വരുന്ന ഒരു ആൻറ്റിക് മോഡലിൽ വരുന്ന ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. 2 വശത്തും ജനലുകൾ കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം ബോർഡർ വർക്കുകളും ചെയ്തിരിക്കുന്നു. ഈ ഭിത്തിയിൽ നൽകിയിരിക്കുന്നത് നമുക്ക് വാൾ പേപ്പറുകളാണ്. നല്ലൊരു ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വാൾ ഡെക്കർ, നേരത്തെ കണ്ടതുപോലെയുള്ള ഒരു വാൾ ഡെക്കറും ഒരു ക്ലോക്കും ഒക്കെ ഇവിടെയും നൽകിയിട്ടുണ്ട്. 2 ബെഡ്റൂമുകളാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇവിടെയാണ് അതിൻ്റെ ഡോർ വരുന്നത്. ഡോറ് നല്ല മോഡേൺ ഡിസൈനിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഭിത്തിയിൽ മുഴുവനായിട്ട് വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. നല്ല ഗ്ലോസി ആയിട്ടുള്ള ലാമിനേഷൻ ഷീറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ എല്ലാം നിഷുകൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ LED ലൈറ്റുകൾ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഇതിൻ്റെ ഒരു സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ബാത്റൂം. അതിന് മുമ്പ് നമുക്ക് 2 ജനലുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്കൊരു പാറ്റേൺ, ഒരു മോഡേൺ പാറ്റേൺ കൊടുത്തിരിക്കുന്നതായി കാണാം. വാൾപേപ്പറാണ് ഇവിടെ വരുന്നത്. ഇവിടെ ജനൽ വരുന്നു. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയയും ഒരു മിററും, ഗോൾഡൻ ഫിനിഷ് വരുന്ന, സൈഡിൽ ഗോൾഡൻ ഫിനിഷ് വരുന്ന ഒരു മിറർ നൽകിയിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കും മനോഹരമായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് ബാത്റൂം വരുന്നത്. ബാത്റൂമിൻ്റെ ഡോറ് നല്ല ഭംഗിയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. വൈറ്റും വുഡൻ കോമ്പിനേഷൻ വരുന്ന ഈ ഒരു FRP ഡോറാണ് നൽകിയിരിക്കുന്നത്. ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബാത്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിഷുകളൊക്കെ ഒരുക്കിയിരിക്കുന്നതായി കാണാം. ഇവിടെ വുഡൻ ടൈലുകളാണ് ഇവിടെ വരുന്നത്. ഇത് ഒരു വെറ്റ് ഏരിയയാണ്. ഇവിടെ നമുക്ക് വെണ്ണീ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇവിടെ വാട്ടർ ഹീറ്ററിന് വേണ്ട സ്പേസാണ്. മുകളിൽ നിന്നാണ് ഷവർ വരുന്നത്. ഈ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് ക്ലോസറ്റ് വരുന്നുണ്ട്. കൺസീൽഡ് ഫ്ലഷ് ടാങ്കും ക്ലോസറ്റുമാണ് വരുന്നത്. സാനിറ്ററി ഫിറ്റിങ്സുകളെല്ലാം ജാഗ്വാർ എന്ന കമ്പനിയുടേതാണ്. ഇവിടെ നമുക്കൊരു വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. ഒരു വാനിറ്റി കൗണ്ടറും ഒരു മിററും LED ലൈറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയിൽ നിർമ്മിച്ചൊരു ബാത്റൂം. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഡോർ വരുന്നത്. സെയിം ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത്.
എല്ലാ ബെഡ്റൂമുകളും നല്ല വലിപ്പമുള്ളത് തന്നെയാണ്. 2 ബെഡ്റൂമുകൾ താഴത്തുള്ളെങ്കിൽ രണ്ടും നല്ല വലിപ്പമുള്ളതാണ്. ഇവിടെ നമുക്കൊരു ബേ വിൻഡോ മോഡലാണ് നൽകിയിരിക്കുന്നത്. സാധാരണ ബേ വിൻഡോ ജനൽ പുറത്തേക്ക് തള്ളിയാണ് നൽകിയിരിക്കുന്നതെങ്കിൽ ഇവിടെ കബോർഡിന് കൂടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. വലിയ കബോർഡുകളാണ് ഈ ഭിത്തിയിൽ ഫുള്ള് നിറഞ്ഞ് നിൽക്കത്തക്ക രീതിയിലുള്ള കബോർഡുകളാണ് നൽകിയിരിക്കുന്നത്. ഈ സെൻട്രൽ ഭാഗത്ത് ജനൽ വരുന്നത് കൊണ്ട് മാത്രം അവിടെ കബോർഡുകൾ വരുന്നില്ല. 2 സൈഡിലും കബോർഡുകൾ വരുന്നുണ്ട്. ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട്, ഇവിടെ ഒരു ജനൽ. ഇവിടെ വെറും ഒരു മിറർ മാത്രം ഈ ഭിത്തിയിൽ നൽകിയിരിക്കുന്നു. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയാണ് ആ ഫോൾ സീലിംഗ് വർക്ക്. ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ കണ്ട FRP ഡോർ അതേ ഡിസൈൻ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഡോറാണ്. നേരത്തെ കണ്ട ബാത്റൂം പോലെ തന്നെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ നമുക്കിവിടെ ചെയ്യാം. മുകളിൽ നിന്നാണ് റെയിൻ ഷവർ നൽകിയിരിക്കുന്നത്. ഇവിടെ ക്ലോസറ്റ്, നേരെ വരുമ്പോൾ വാഷ് ബേസിൻ. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. സ്റ്റെപ്പ് വരുന്നത് ഈ ഡൈനിങ് സ്പേസിൻ്റെ ഈ ഭാഗത്ത് നിന്നാണ്. വലിയ സ്റ്റെപ്പാണ്, നല്ല നീളത്തിലുള്ള വലിയ സ്റ്റെപ്പ്, ഈസിയായി കയറി പോകാൻ പറ്റുന്ന സ്റ്റെപ്പാണ് നൽകിയിരിക്കുന്നത്. ഇത് നമ്മൾ കണ്ടിരുന്നു ലിവിങ് സ്പേസിൽ നിന്ന് തിരിക്കുന്ന ഒരു പാർട്ടീഷൻ വാളാണ്. ഇവിടെയും ആ ഗ്ലാസ് മിറർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത് വുഡിലാണ്. സ്റ്റെപ്പുകളിൽ വുഡൻ ഡിസൈനിൽ വരുന്ന ടൈലാണ് നൽകിയിരിക്കുന്നത്. ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ സെൻറ്റർ ഭാഗത്തായിട്ട് ചെറിയൊരു സ്പേസ് നമുക്ക് എക്സ്ട്രാ അവൈലബിൾ ആകുന്നുണ്ട്. അത് നല്ലൊരു സ്പേസാണ്. നമുക്കിവിടെ ഇരിക്കാനും അത്യാവശ്യം വീട്ടിൽ സംസാരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ ചെയ്യാവുന്നതാണ്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്ക് കാണാം. അവിടെ നമ്മുടെ ഫോൾ സീലിങ്ങിൽ വുഡൻ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഷാൻലിയർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭിത്തിയിൽ വലിയ ഗ്ലാസ് വിൻഡോസാണ്, ലാമിനേറ്റഡ് ഗ്ലാസ്സാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയും ലാമിനേറ്റഡ് ഗ്ലാസ് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യം നമുക്ക് പേടിക്കാനില്ല. ഇനി നമുക്ക് ഇവിടെ നിന്ന് അടുത്ത സ്റ്റെപ്പ് കയറി മുകളിലത്തെ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. ഈ സ്റ്റെപ്പ് കയറിയാൽ നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് എത്തുന്നത്. അപ്പർ ലിവിങ് സ്പേസ് നല്ല നീളത്തിലുള്ള സ്പേസാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ല ലെങ്ത്തിലുള്ള ഒരു ഏരിയയാണ്. ഇവിടെയും ആ സ്റ്റെപ്പുകളിൽ ഉപയോഗിച്ച അതേ ടൈലുകൾ, വുഡൻ ഡിസൈനിൽ വരുന്ന മാറ്റ് ഫിനിഷുള്ള ടൈല് നൽകിയിട്ടുണ്ട്. നമുക്കിവിടെ ഒരു സ്റ്റഡി ഏരിയ ഒരുക്കിയിട്ടുണ്ട്. ഷെൽഫ് കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം ഡ്രോയേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്ക് വളരെ സിമ്പിളാണ്, പ്ലെയിൻ വർക്ക് തന്നെയാണ്. സൈഡിലായിട്ട് നമുക്ക് ഈ വുഡൻ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ ഹൈറ്റ് വരുന്ന ഏരിയയാണ്. ആ ലിവിങ് സ്പേസിൻ്റെ മുകളിലുള്ള സ്പേസാണ്. ഈ ഭിത്തിയിൽ മുഴുവനായിട്ട് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് സിമൻറ്റ് ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. 3 ഗോൾഡൻ സ്ട്രിപ്പുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ഷാൻലിയർ ഭംഗിയിൽ നൽകിയിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്ത് ഫോൾ സീലിംഗിൽ നിന്നാണ് അത് വരുന്നത്. ഫോൾ സീലിംഗിൽ ആ ഭാഗത്ത് വുഡൻ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലെ അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് 2 ബെഡ്റൂമിലേക്കുള്ള ഡോർ കൊടുത്തിട്ടുണ്ട്. ഇത് യൂട്ടിലിറ്റി ഏരിയയിലേക്കുള്ള ഡോറാണ്. അവിടെ ബാൽക്കണിയിലേക്കുള്ള ഡോറും നൽകിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ബെഡ്റൂം കാണാം. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ ഏകദേശം സെയിം ഡിസൈൻ തന്നെയാണ് ഈ ബെഡ്റൂമുകൾക്ക് വരുന്നത്. വേറെ മാറ്റമൊന്നുമില്ല. 2 സൈഡിലും ജനലുകൾ വരുന്നുണ്ട്. ഇവിടെ ജനൽ ഒരു 3 പാളിയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാർഡ്രോബൊക്കെ നമ്മളെ മോഡേൺ ഡിസൈനിൽ നല്ല ഗ്ലോസി ആയിട്ടുള്ള ഫിനിഷിംഗ് ഒക്കെ കൊടുത്ത് സൈഡ് ഭാഗത്തൊക്കെ വുഡൻ ഫിനിഷിംഗ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. വലിയ വാർഡ്രോബുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡ്രസ്സിങ് ഏരിയയും ഈ ഭിത്തിയിൽ നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കും നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിരിക്കുന്നതാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ബാത്റൂം നല്ല സ്പേഷ്യസ് ആണ്. വലിയ ബാത്റൂമാണ് വരുന്നത്. ഇനി നമ്മൾ പോകുന്നത് 4ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഇവിടെയാണ് 4ാമത്തെ ബെഡ്റൂമിൻ്റെ ഡോർ നൽകിയിരിക്കുന്നത്. ഈ ഭിത്തിയിലായിട്ട് വലിയ ഒരു വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും നേരത്തെ ആ ബേ വിൻഡോ പോലെയുള്ള സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട്. 2 വശത്തും വാർഡ്രോബ് തന്നെയാണ് വരുന്നത്. ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഇവിടെ ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു ഡിസൈൻ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ബട്ടൺ ഹാൻഡിലുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 പാളി ജനലും ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് സ്ക്വയർ ടൈപ്പുള്ള ചെറിയ ഫോൾ സീലിംഗ് മാത്രമാണ് വരുന്നത്. ഇവിടെയാണ് ബാത്റൂം വരുന്നത്. എല്ലാ ബാത്റൂമുകളും സ്പേഷ്യസ് ആണ്. അപ്പർ ലിവിങ് സ്പേസിൽ നിന്നാണ് യൂട്ടിലിറ്റി സ്പേസിലേക്ക് നമ്മൾ വരുന്നത്. നല്ല നീളത്തിലുള്ള സ്പേസാണ്. ഇവിടെ കവർ ചെയ്താൽ നന്നായിരിക്കും. മാറ്റ് ഫിനിഷുള്ള ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീൻ്റെ സ്ഥാനം വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് നോക്കിയാൽ അറിയാം, ഈ സ്റ്റെപ്പ് കയറിയാൽ നമുക്ക് ടെറസിലേക്കും പോകാവുന്നതാണ്. ഇനി ബാൽക്കണി കൂടിയാണ് നമുക്ക് കാണുന്നത്. ബാൽക്കണിയിലേക്ക് പോകാം. ഇതാണ് ബാൽക്കണി. നല്ല നീളത്തിലുള്ള ഒരു ബാൽക്കണിയാണ്. നമുക്ക് നോക്കിയാൽ അറിയാം, വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. ബാൽക്കണിയുടെ ഈ ഭാഗത്ത് നമുക്ക് മുകൾ ഭാഗത്തായിട്ട് ഇവിടെ ടെറാക്കോട്ട ജാളികൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത് സ്റ്റീലിലാണ്.
ഗ്ലാസും ടഫൻഡ് ഗ്ലാസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ മുകൾ ഭാഗത്തുള്ള ലൂവർ ഡിസൈൻ പാറ്റേണും കൊടുത്തിട്ടുണ്ട്. വലിയ ഒരു സ്പേസ് തന്നെയാണ് ഈ ബാൽക്കണി. 5.5 സെൻറ്റ് സ്ഥലത്ത് 2700 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച വളരെ ഭംഗിയുള്ള ഒരു വീടിൻ്റെ വീഡിയോയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. വീട് വരുന്നത് കിഴക്കമ്പലത്താണ്. ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം ഒരു 12 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. അതുമാത്രമല്ല ബസ് റൂട്ടിലേക്ക് 100 മീറ്റർ മാത്രമാണ് അകലം വരുന്നത്. മനോഹരമായിട്ടുള്ള ഡിസൈനിലാണ് വീട് നൽകിയിരിക്കുന്നത്. എല്ലാ സൗകര്യമുള്ള ഈ വീടിന് ചോദിക്കുന്ന വില 1,25,00,000 രൂപയാണ്. നെഗോഷ്യബിളാണ്. ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.